ദ അതർ സൈഡ് ഓഫ് സീറോ. അല്ലെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ദ അതർ സൈഡ് ഓഫ് സീറോ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് അഡിഷൻ, ഒന്ന് സബ്ട്രാക്ഷൻ, പിന്നെ ഒന്ന് ഇൻവേഴ്സ്. അല്ലെ, അത് ഇൻവേഴ്സ് എങ്ങനെയാ കാണുക, അത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ആ കാര്യങ്ങൾ, അതായത് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാന്ന് എന്ത് ചെയ്യാം മിസ് വേഗം തന്നെ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അഡിഷൻ. അത് അതർ സൈഡ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സീറോന്റെ അതർ സൈഡിലും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അവരെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സീറോയുടെ അതർ സൈഡിലുള്ള കുറച്ച് നമ്പേഴ്സ് ആണ്. അപ്പൊ അത് എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം, ഒരു നമ്പർ ലൈൻ വരച്ചാൽ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, അങ്ങനെ 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 പോകും. ദ അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ -1 ഉണ്ടാകും, -2 ഉണ്ടാകും, -3 ഉണ്ടാകും, -4 ഉണ്ടാകും, അങ്ങനെ 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 ഇപ്പുറത്തെ സൈഡിലേക്കും പോകും. അപ്പൊ ഇതില് ഈ മൈനസ് നമ്പറുകളെയും പ്ലസ് നമ്പറുകൾ, അതായത് ഇവരെ തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് ദ അതർ സൈഡ് ഓഫ് സീറോ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സിനെ എങ്ങനെയാ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ നോക്കുക മക്കളെ, ആദ്യം നമ്മൾ ഫോർ എക്സാമ്പിൾ -1 + 2 ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സിമ്പിൾ 1 -1 + +2. ഒരു നെഗറ്റീവ് നമ്പറിനെയും ഒരു പോസിറ്റീവ് നമ്പറിനെയും തമ്മിൽ എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാ. ഒരു നെഗറ്റീവ് നമ്പറിനെയും ഒരു പോസിറ്റീവ് നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഒന്നും ചെയ്യണ്ട, രണ്ട് ഡിഫറെന്റ് സൈനുകളെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്കിൽ, രണ്ട് ഡിഫറെന്റ് സൈനുകളെയാണ് ആഡ് ചെയ്യേണ്ടത് എങ്കിൽ ആ വാല്യൂ കുറയും എന്ന് ആലോചിച്ചാൽ മതി. കുറയും, സബ്ട്രാക്ട് ചെയ്യാം. 2ൽ നിന്ന് 1 പോയാൽ എത്രയാണ്, 1. സബ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് നമ്പറുകളിൽ ആരാണ് വലുത്, 2 ആണ് വലുത്. അതിന്റെ സൈൻ എന്താണ്, പ്ലസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, +1 എന്ന് എഴുതുന്നു. ഇത്രേ ചെയ്യാനുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. 5 + -2. 5 + -2, അതായത് +5 + -2. ഒരു പോസിറ്റീവ് നമ്പർ, ഒരു നെഗറ്റീവ് നമ്പർ. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും അപ്പൊ തമ്മിൽ ചേരുമ്പോൾ എന്താ സംഭവിക്കുക, വാല്യൂ കുറയും. അതാണ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വാല്യൂ കുറയും അല്ലെ. അപ്പൊ 5 + -2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും, 3 എന്ന് വരും. സൈൻ എന്ത് വരും, ഏതാണോ വലിയ നമ്പർ അതിന്റെ സൈൻ, അതായത് പ്ലസ്. ഇവിടെ ഏതാ വലിയ നമ്പർ, 5 ആണ്. 5ന്റെ സൈൻ എന്താണ്, പ്ലസ് ആണ്, +3 എന്ന് വരും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ചെയ്യാം. 4 + -7. 4 + -7, അതായത് +4 + -7. +4ഉം -7 രണ്ട് ഡിഫറെന്റ് സൈനുകളാണ്. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത്, രണ്ട് ഡിഫറെന്റ് സൈനുകളെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, വാല്യൂ കുറയും. 7 - 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. വലിയ നമ്പർ ഏതാ ഇതില്, 7 ആണ് വലിയ നമ്പർ. സൈൻ എന്തായിരിക്കും, മൈനസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അഡിഷൻ സോ സിമ്പിൾ. അപ്പൊ ഇവിടെ നമ്മൾ ഒരേ സൈൻ വന്നാൽ എന്ത് ചെയ്യുന്നാണ് പറഞ്ഞത് അല്ലെ. ഇനി ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ ഡിഫറെന്റ് സൈൻ എന്നാൽ എന്ത് ചെയ്യുന്നാണ് പറഞ്ഞത് അല്ലെ. ഇനി ഒരേ സൈൻ വന്നാലോ, ഫോർ എക്സാമ്പിൾ -3 + -2 അല്ലെങ്കിൽ +3 + +2 എന്ത് ചെയ്യും മകളെ? നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരേ സൈനുകളാണെങ്കിൽ, അതായത് ഒരേ വൈബുള്ള ആൾക്കാർ ചേർന്നാൽ എന്താ സംഭവിക്കുക, വൈബ് കുറച്ചുകൂടെ കൂടും അല്ലെ. ഒരേ വൈബുള്ള ആൾക്കാർ ചേർന്നാൽ പൊളി വൈബ്. അതേപോലെ തന്നെ ഒരേ സൈനുള്ള ആൾക്കാർ ചേർന്നാൽ വലിയത് ഓക്കെ, വലുതായി മാറും. ഒരേ സൈനുകൾ ചേരുമ്പോൾ വലുതാകും, ഡിഫറെന്റ് സൈനുകൾ ചേരുമ്പോൾ ചെറുതാകും. അത്രേ ആലോചിച്ചാൽ മതി. ഒരേ സൈനുകൾ ചേരുന്ന സമയത്ത് എന്ത് ചെയ്യും, വാല്യൂ ആഡ് ചെയ്യും അല്ലെ, വലുതാവും, ബിഗ് ആവും. ഇപ്പൊ 3 + 2 5 ആണ്, സൈന് മൈനസ് തന്നെ. അടുത്തത് 3 + 2 5 ആണ്, സൈൻ എന്ത് വരും, പ്ലസ് വരും. രണ്ട് ഒരേ സൈനുകൾ ആഡ് ചെയ്യുമ്പോൾ വാല്യൂ ആഡ് ചെയ്യപ്പെടുന്നു അല്ലെ, വാല്യൂ ബിഗ് ആവുന്നു. സൈൻ എന്തായിരിക്കും, ഏതാണോ സൈൻ അത് തന്നെയായിരിക്കും. വേറെ സംശയങ്ങളൊന്നും അതിൽ വരാനില്ല. ക്ലിയർ ആണല്ലോ, റെഡി. അടുത്തത് നോക്കുക, ഇൻവേഴ്സ് എന്താണ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഇൻവേഴ്സ് പറയുന്നത് എപ്പോ പറഞ്ഞുതരാം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -3യുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ +3 ആണ്. നേരെ തിരിച്ചിടുക, സൈൻ മാറ്റിയിടുക.
-5ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ +5 ആണ്. ഇനി +6ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -6 ആണ്. അതായത് ഒരു നമ്പറിന്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഈ സൈൻ തിരിച്ചിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി എന്തിനാണ് ഈ ഇൻവേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, സബ്ട്രാക്ഷൻ പഠിപ്പിക്കാനാണ്. സബ്ട്രാക്ഷൻ പഠിപ്പിക്കാൻ ഇപ്പൊ അഡിഷൻ ക്ലിയർ ആയേ, അഡിഷനിൽ സംശയമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അഡിഷൻ ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി സബ്ട്രാക്ഷൻ ഒരു സീനല്ല. കാരണം നമ്മൾ ഇനി സബ്ട്രാക്ഷൻ ചെയ്യുന്നില്ല, പകരം അഡിഷൻ ആണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് ചിന്തിക്കുന്നവരോട് നോക്കാം. ഇവിടെ നോക്കിക്കോ, 3 - +2 ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. +3 - +2 നമ്മളോട് എന്താ പറഞ്ഞ, ഇനി നിങ്ങൾ മൈനസ് ചെയ്യണ്ട, പകരം എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. +3 മൈനസിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് എന്ന് എഴുതുന്നു. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് എന്ന് എഴുതുന്നു. മൈനസ് ഇനി ചെയ്യുന്നില്ല, പ്ലസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് ഉള്ള രണ്ടാമത്തെ നമ്പറിന്റെ ഇൻവേഴ്സ് എഴുതണം. രണ്ടാമത്തെ നമ്പർ ആരാണോ അയാളുടെ ഇൻവേഴ്സ്. +2ന്റെ ഇൻവേഴ്സ് ആരാണ്, -2. +3 + -2 രണ്ട് ഡിഫറെന്റ് സൈനുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ കുറയും. 3 + -2 വരുമ്പോൾ ഉത്തരം എന്ത് വരും, 3 - 2 1 സൈന് പ്ലസ്. ഇതന്നെയല്ലേ നേരത്തെ പറഞ്ഞത്. ഓക്കെ, വേറെ ചോദ്യം നോക്കിയോ, -5 - +3 ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, -5 അതേപോലെ തന്നെ എഴുതുന്നു. നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യില്ല, സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യില്ല. ഐ ഡോണ്ട് ലൈക്ക് സബ്ട്രാക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, മൈനസിനെ മാറ്റി പ്ലസ് എന്ന് എഴുതുന്നു. ഇവിടെയുള്ള മൈനസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് എന്ന് എഴുതുന്നു. അങ്ങനെ വെറുതെ എഴുതാൻ പറ്റുമോ, ഇല്ല. രണ്ടാമത്തെ നമ്പർ ആരാണോ അയാളുടെ ഇൻവേഴ്സ്. ഇവിടെ +3 ആണ്, +3യുടെ ഇൻവേഴ്സ് ആരാണ്, -3. +5 + -3 രണ്ട് ഒരേ സൈനുകൾ ആഡ് ചെയ്യുമ്പോൾ വാല്യൂ ബിഗ് ആവും, വാല്യൂ ആഡ് ആകും എന്ന് പറഞ്ഞു. അപ്പൊ 5 + 3 എന്താണ്, 8 ആണ്, സൈന് മൈനസ് ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിൾ. റെഡി, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡിഷൻ, കമ്പാരിസൺ, ഇൻവേഴ്സ്, സബ്ട്രാക്ഷൻ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ കമ്പാരിസൺ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാനുണ്ടാവും. കാരണം നെഗറ്റീവ് നമ്പേഴ്സിന്റെ വാല്യൂ ചെറുതും പോസിറ്റീവ് നമ്പേഴ്സിന്റെ വാല്യൂ വലുതുമായിരിക്കും. അപ്പൊ ആ നമ്പർ ലൈനിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ വലിയ നമ്പേഴ്സ് ഏതാണെന്നും ചെറിയ നമ്പേഴ്സ് ഏതാണെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ലൈവ് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും അഡിഷനും സബ്ട്രാക്ഷനും അറിയില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള കുറെ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.